Good morning. Today we can discuss one more problem from the chapter Financial Statements of Companies. Following balances are extracted on 31st March 2019 from the books of S Limited. We have given factory premises at cost 4,50,000, plant and machinery at cost 3,49,160. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം എന്താണ് PPE എന്നുള്ള ഹെഡിലാണ് വരേണ്ടത്. മോട്ടോർ ലോറീസ് അറ്റ് കോസ്റ്റ് 73,000. സൺട്രി ഡെറ്റേഴ്സ് 1,21,780. സൺട്രി ഡെറ്റേഴ്സ് അത് യൂഷ്വലി ഇറ്റ് ഇസ് ഷോൺ അണ്ടർ കറൻറ്റ് അസറ്റ്സ്, അതായത് ട്രേഡ് റിസീവബിൾസ് തന്നെ കാണിക്കുക ചെയ്യുക. ഇനി നമ്മളെടുത്ത് വേറെ എന്തെങ്കിലും ഹിൻ്റൊക്കെ തരികയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നോൺ കറൻറ്റ് അസറ്റ് ആയിട്ട് എടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. ട്രേഡ് റിസീവബിൾസ് നമ്മൾ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നോക്കാം നമുക്ക് ഈ പ്രോബ്ലത്തിൽ എന്താ ഹിൻ്റ് തന്നത് എന്നുള്ളത്. ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് 2,850. അപ്പോൾ ഇത് നമുക്ക് ട്രയൽ ബാലൻസ് എന്നുള്ള ബാഡ് ഡെറ്റ്സ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് ഷോൺ അറ്റ് വൺ പ്ലേസ് ഓൺലി. അതെവിടെയാണ് കാണിക്കേണ്ടത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ കാണിക്കാം. Rent, rates and taxes, other expenses. Advertisement, other expenses. Cash in hand and cash at bank. അതെവിടെ കാണിക്കേണ്ടത്? കറൻറ്റ് അസറ്റിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എന്നുള്ള ഹെഡിൽ ബാലൻസ് ഷീറ്റിൽ കാണിച്ചോളാം. ഡയറക്ടേഴ്സ് ഫീസ്, അതർ എക്സ്പെൻസസ്. ഓക്കെ, പിന്നെ തന്നിരിക്കുന്നത് നോക്കാം. ഇതെല്ലാം ക്രെഡിറ്റ് ബാലൻസസ് ആണ്. ഡെബിറ്റ് ബാലൻസ് കഴിഞ്ഞിട്ടില്ല, അടുത്ത പേജിലുണ്ട്, അന്നേരം നമുക്ക് നോക്കാം. ക്രെഡിറ്റ് ബാലൻസിൽ ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 30,000, 7% പ്രിഫറൻസ് ഷെയർസ് ഓഫ് 10 ഈച്ച് 3 lakh. ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് 6 lakh. ഇതെല്ലാം ഇക്വിറ്റി എന്നുള്ള ഹെഡിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. സർപ്ലസ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് 16,240. അതെടുക്കേണ്ടത് എവിടെയാണ്? അതർ ഇക്വിറ്റി എന്നുള്ള ഹെഡിൽ. അതർ ഇക്വിറ്റിയിൽ സർപ്ലസ് എടുക്കുന്ന സമയത്ത് ഈ ഓപ്പണിംഗ് ബാലൻസ് എടുക്കുക, അതിൻ്റെ കൂടെ കറൻറ്റ് ഇയറിലെ പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കും, അത് ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഗ്രോസ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഇസ് ഗിവൺ 2,46,640. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. സാധാരണ നമ്മൾക്ക് സെയിൽസ് ആണ് തരാറ്. ഈ സെയിൽസിന് പകരമായിട്ട് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്തിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റാണ് തന്നത്. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എവിടെയാണ് എടുക്കേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്നുള്ള ഹെഡിൽ നമ്മൾ സെയിൽസ് എടുക്കുന്നതിന് പകരമായിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കാണിക്കാം. ഓക്കെ, ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ദിസ് ഇസ് ദ ഓൾഡ് പ്രൊവിഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ട്രയൽ ബാലൻസിൽ തരുന്ന പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്നത് ഓൾഡ് പ്രൊവിഷനാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ന്യൂ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ലെസ് ഓൾഡ് പ്രൊവിഷൻ, ഈ പ്രൊവിഷൻ ലെസ് ചെയ്യണം. ഓക്കെ, സൺട്രി ക്രെഡിറ്റേഴ്സ് 1,29,640. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡ് പേയബിൾസ്, കറൻറ്റ് ലയബിലിറ്റി എന്നുള്ള ഹെഡിലാണ് കൊടുക്കേണ്ടത്. ദെൻ കുറച്ച് ഐറ്റംസും കൂടെ ഡെബിറ്റ് ബാലൻസസിലുണ്ട്. ഓഡിറ്റ് ഫീ അതർ എക്സ്പെൻസസ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊടുക്കുക. ദെൻ സ്റ്റോക്ക് ഓൺ 31st March 2019. അപ്പോൾ ഈ 31st March 2019 എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 1,14,600. അപ്പോൾ എപ്പോഴും ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്ത് മാത്രം കാണിച്ചാൽ മതിയല്ലോ. അത് നിങ്ങൾ എവിടെ മാത്രം കാണിച്ചാൽ മതി? ട്രേഡിംഗ് അക്കൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതി. കാരണം അത് എവിടെ നോട്ട് ട്രേഡിംഗ് അക്കൗണ്ട്, ഇറ്റ് ഈസ് ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് ഓൺലി. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ പർച്ചേസസ് ഉണ്ടെങ്കിൽ ആ പർച്ചേസസ് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ട് സ്ഥലത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് ഓൺലി. ഓക്കെ, ദെൻ റെൻറ്റ് ആൻഡ് ടാക്സസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് പേയ്മെൻറ്റ്സ് അതെല്ലാം എന്തായിട്ടാണ് നമ്മൾ കാണാറ്? കറൻറ്റ് അസറ്റിൽ കാണിക്കാനുള്ളതാണ്. ദെൻ സാലറീസ് ആൻഡ് വേജസ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ദെൻ ഡിവിഡൻഡ് പെയ്ഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ് ആർ ഗിവൺ. അത് ഇൻട്രീം ഡിവിഡൻഡ് ആണ് ഒന്ന്. അപ്പോൾ ഈ ഡിവിഡൻഡ് നമ്മൾ ഒരു സ്ഥലത്ത് കാണിച്ചാൽ മതി. അത് നിങ്ങൾ എവിടെയാണ് കാണിക്കേണ്ടത്?
ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ അതർ ഇക്വിറ്റിയിൽ പ്രോഫിറ്റ് നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് ഈ രണ്ട് എമൗണ്ടും കാണിക്കേണ്ടത്. ഓക്കെ. ദെൻ പേറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ള ഹെഡിൽ 15,000 കാണിച്ചിരിക്കണം. ദെൻ ക്രെഡിറ്റ് സൈഡിൽ കുറച്ച് ഐറ്റംസ് ആണ്. ട്രാൻസ്ഫർ ഫീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതിലാണ് കാണിക്കേണ്ടത്? ട്രാൻസ്ഫർ ഫീ എന്ന് പറയുന്നത് ഇൻകം ആണ്, കാരണം ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ. അപ്പോൾ അതർ ഇൻകത്തിൽ കാണിക്കാം. എക്രൂഡ് വേജസ്. അപ്പോൾ എക്രൂഡ് വേജസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആണ്. അപ്പോൾ ട്രയൽ ബാലൻസ് തരുന്നത് ഒരു സ്ഥലത്തേക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഏതിലാണ് കാണിക്കേണ്ടത്? കറൻറ്റ് ലയബിലിറ്റീസിൽ കാണിക്കും, അതർ കറൻറ്റ് ലയബിലിറ്റീസ്. സ്റ്റാഫ് ബെനവലൻറ്റ് ഫണ്ട്, ഇത് ശരിക്കും നിങ്ങൾ അതർ ഇക്വിറ്റിയിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ അത് റിസർവ്സിൽ സ്റ്റാഫ് ബെനവലൻറ്റ് ഫണ്ട് കാണിക്കാം. ദെൻ ഇനി എന്തൊക്കെയാണ് തന്നത് നോക്കാം. ടോട്ടൽ പ്രൊവിഷൻ ഫോർ ഡെറ്റ്സ് ഇസ് ടു ബി മെയ്ഡ് അപ് ടു 10,200. ദിസ് ഇസ് ദ ന്യൂ പ്രൊവിഷൻ. അതായത് നമ്മൾ ഈ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ എന്ന് പറയുന്നത് 9,000, അതായത് ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വായിച്ചല്ലോ. ഈ 9,000 ഉള്ളത് എത്രയാക്കണം എന്നാണ് പറയുന്നത്? 10,200. അപ്പോൾ ശരിക്കും ക്രിയേറ്റഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 1,200 ഉള്ളൂ. മനസ്സിലായ ഡിഫറൻസേ ഉള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മളെ ന്യൂ പ്രൊവിഷൻ എത്രയാണ്? 10,200 മൈനസ് ഓൾഡ് പ്രൊവിഷൻ 9,000. Therefore only 1,200 is shown under other expenses. ഈ other expenses profit and loss അക്കൗണ്ടിലാണ് എടുക്കേണ്ടത്. The factory premises, plant and machinery and motor lorries are to be depreciated by 3%, 15% and 20% respectively. അപ്പോൾ ഈ 3 ഐറ്റംസ് അതിൻ്റെ ഡിപ്രീസിയേഷൻ ആണ് തന്നത്. ഈ ഡിപ്രീസിയേഷൻ നിങ്ങൾ 2 സ്ഥലത്ത് കാണിച്ചിരിക്കണം. എവിടേക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഫാക്ടറി പ്രിമിസസിന് 3%, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 15%, മോട്ടോർ ലോറീസ് അറ്റ് 20%. ടോട്ടൽ ഡിപ്രീസിയേഷൻ 80,474 ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിങ്ങൾ ഈ എമൗണ്ടാണ് കാണിക്കേണ്ടത്. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസ് വന്നിട്ട് ടോട്ടൽ എമൗണ്ട്. ഇൻ ദ ബാലൻസ് ഷീറ്റിൽ ഇത് ഏതാണ് കാണിക്കേണ്ടത്? നോൺ കറൻറ്റ് അസറ്റിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലാണ് കാണിക്കേണ്ടത്. ഈ എമൗണ്ട് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ നിങ്ങൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കാണിച്ചിരിക്കണം. അതായത് പ്രോപ്പർട്ടി പ്ലാന്റ്, ഫാക്ടറി പ്രിമിസസ് അറ്റ് കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ, ദിസ് ഇസ് ദ നെറ്റ് അസറ്റ്. Plant and machinery at cost 3,49,160 less depreciation at 15%. So net plant and machinery 2,96,746. Same way motor lorries depreciation 20% ആണ്. അപ്പോൾ net amount 58,400 and total PPE 7,91,646. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഡിപ്രീസിയേഷൻ 2 സ്ഥലത്ത് കാണിക്കാൻ ചെയ്യേണ്ടത്. ഓക്കെ. Next, authorized capital of the company is 10 lakh divided into 1 lakh shares of 10 each. Authorized capital notes to accounts authorized capital ഇത്രയെന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഇഷ്യൂഡ് പെയ്ഡ് അപ്പ് ആണ് നിങ്ങൾ ഇതിൽ കാണിക്കേണ്ടത്. ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തെഴുതേണ്ടത്. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് കാണാം. ഇതാ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓതറൈസ്ഡ് 1 lakh shares of rupees 10 each, 10 lakh അവിടെ വരയ്ക്കണം. പെയ്ഡ് അപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച്, 6 lakh ആണ്. കോൾസിന് അരിയേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബാലൻസ് ഷീറ്റിൽ നിങ്ങൾക്ക് എത്ര കാണിക്കാം? 6 lakh എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇതാണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് ഷെയർ ക്യാപിറ്റൽ നിങ്ങൾക്ക് 6 lakh കാണിക്കാം. ഓക്കെ. നെക്സ്റ്റ് ഐറ്റം, you are required to prepare statement of profit and loss account for the year ended 31st March 2019 and a balance sheet as on that date. Previous year's figures are not required, and also ignore taxation and transfer to reserve as required by law. അപ്പോൾ അത് രണ്ടും ഇഗ്നോർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ടാക്സേഷനും ട്രാൻസ്ഫർ ടു റിസർവ്. ഓക്കെ. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക, എവിടെ സ്റ്റക്ക് ആവുന്നതെന്ന് വെച്ച് ചോദിക്കുക. ഓക്കെ. ഇങ്ങനെയാണ് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. പ്രോഫിറ്റ് 43,410.
ടാക്സ് മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഗ്നോർ ടാക്സേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ടാക്സ് റേറ്റ് തന്നിട്ടുമില്ല. ഇതാണ് അതിൻ്റെ നോട്ട്സ് വരുന്നത്. ഫിനാൻസ് കോസ്റ്റ്, പ്രിഫറൻസ് ഡിവിഡൻറ്റും അതിൻ്റെ CDT എടുക്കണം. ബാലൻസ് ഷീറ്റാണ്. ഈ പ്രിഫറൻസ് ഇക്വിറ്റിയിൽ ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ. പ്രിഫറൻസ് ക്യാപിറ്റൽ കാണിക്കേണ്ടത് നോൺ കറൻറ്റ് ലയബിലിറ്റീസിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് എന്നുള്ള ഹെഡിലായിരിക്കണം. ഓക്കെ. പിന്നെ കറൻറ്റ് ലയബിലിറ്റീസിൽ ട്രേഡ് പേയബിൾസ് വരുന്നുണ്ട്, പ്രൊവിഷൻസ്. ഓക്കെ. നോട്ട്സ് ടു അക്കൗണ്ട്സും ശരിക്കൊന്ന് നോക്കി വെക്കുക. ഇൻടാൻജിബിളിൽ പേറ്റൻറ്റ് മാത്രമേ ഉള്ളൂ. ഇൻവെൻട്രീസിൽ സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ മാത്രമേ കാണിക്കുള്ളൂ. ബിക്കോസ് ഇൻ ദിസ് പ്രോബ്ലം ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ്. ഓക്കെ. ട്രേഡ് റിസീവബിൾസ് ശ്രദ്ധിക്കുക. സൺട്രി ഡെറ്റേഴ്സ്, സൺട്രി ഡെറ്റേഴ്സിന് എന്തോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പോയിന്റ് വിട്ടുപോയി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്ന് വായിച്ചുതരാം. ഇല്ല ഒന്നും പറയുന്നില്ല. നോ പ്രോബ്ലം. അസ്യൂം ചെയ്തതാണ് ഷോർട്ട് ടേം ആയിട്ട്. സോ സൺട്രി ഡെറ്റേഴ്സ് ഷോൺ ചെയ്ത്. ഈ ഡെറ്റേഴ്സിലൊന്നും പറയുന്നില്ല ഈ പ്രോബ്ലത്തിലാണ്. നിങ്ങൾ ടോട്ടൽ ഡെറ്റേഴ്സ് എടുത്തിട്ട് 1,21,780 ആണല്ലോ ടോട്ടൽ ഡെറ്റേഴ്സ്. അതിൽ നിന്ന് ന്യൂ പ്രൊവിഷൻ ലെസ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ കാണിക്കണം എന്നില്ല. ഓക്കെ. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എടുക്കുക. അതർ കറണ്ട് അസറ്റിൽ അഡ്വാൻസ് കൊടുത്തു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് ബെനവലൻറ്റ് ഫണ്ട് ഉണ്ട്, സർപ്ലസ് അക്കൗണ്ട്, ആഡ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ കറൻറ്റ് ഇയർ. സോ ടോട്ടൽ പ്രോഫിറ്റ്, അതിൽ നിന്ന് ഏത് ഡിവിഡൻറ്റ് മൈനസ് ചെയ്യുക? ഇക്വിറ്റി ഡിവിഡൻറ്റ്. ഇൻറ്ററിം മൈനസ് ചെയ്തു, അതിൻ്റെ മുകളിൽ CDT മൈനസ് ചെയ്തു. പ്രിഫറൻസ് ഡിവിഡൻറ്റ് നിങ്ങൾ ഏതായിട്ടാണ് കാണിക്കേണ്ടത്? ഫിനാൻസ് കോസ്റ്റ് ആയിട്ടാണ് കാണിക്കേണ്ടത്. അതിൻ്റെ CDT അവിടെ മൈനസ് ചെയ്യും. ഓക്കെ. ദെൻ നോൺ ഇക്വിറ്റി ഡിവിഡൻറ്റ് കഴിഞ്ഞു. നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ നമ്മളെ ഡിവിഡൻറ്റ്, പ്രിഫറൻസ് ക്യാപിറ്റൽ, അതർ കറൻറ്റ് ലയബിലിറ്റീസിൽ അക്രൂഡ് വേജസും പിന്നെ ഏതാ CDT ഓൺ പ്രിഫറൻസ് ഡിവിഡൻറ്റും. പ്രൊവിഷൻസിൽ CDT ഓൺ ഇക്വിറ്റി ഡിവിഡൻറ്റ് മാത്രം. ഓക്കെ. ഇതിൻ്റെ CDT എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് അറിയാലോ. 100/85 എടുത്ത് ഗ്രോസ് ഡിവിഡൻറ്റ് കാണുക. ഗ്രോസ് ഡിവിഡൻറ്റിൻ്റെ മുകളിൽ 17.472 ടാക്സ്. ഇതേപോലെ തന്നെയാണ് ഇക്വിറ്റി ഡിവിഡൻറ്റിൻ്റെ മുകളിൽ ചെയ്യേണ്ടത്. ഇക്വിറ്റി ഡിവിഡൻറ്റ് എത്രയാണ്? പെയ്ഡ് 15,000 ആണ്. ഗ്രോസ് കണ്ടുപിടിക്കുക. ഇൻറ്റു 100/85 ചെയ്തിട്ട് CDT എന്ന് പറയുന്നത് ഗ്രോസ് ഡിവിഡൻറ്റ് ഇൻറ്റു 17.472.